അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്ന മറ്റൊരു രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ ക്ലയൻസ് ഒന്നും ഇത്തരത്തിലുള്ള ഫ്രീ സർവീസിന്റെ ഔദാര്യത്തിന്റെയും പുറകെ പോകുന്നവരല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ളത് ആരുടെയും ഔദാര്യമല്ല, സെബി നമുക്ക് നൽകുന്ന ഒരു അവകാശമാണ്. എല്ലാവർക്കും ആദ്യം നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയുടെ കണ്ടന്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന്. പക്ഷേ ആദ്യമായിട്ടൊക്കെ കാണുന്ന ആളാണെങ്കിൽ അവരോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസം മുന്നേ ഒരു യൂട്യൂബ് ചാനലിൽ, ഒരു മലയാളത്തിലുള്ള ഒരു ഫേമസ് ആയ ഒരു യൂട്യൂബ് ചാനലിൽ, ഈ ഒരു ഫിനാൻഷ്യൽ സെക്ടർ തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന് സഹായിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായ ഗ്രോ ആപ്പ്, അതുപോലെ തന്നെ പേടിഎം മണി തുടങ്ങിയ ആപ്പുകളെ പറ്റി കുറേ നെഗറ്റീവ് റിവ്യൂസ്, അല്ലെങ്കിൽ അത്തരം ആപ്പുകളെ വിശ്വസിക്കരുത്, അത്തരം ആപ്പുകൾ ഇൻവെസ്റ്റേഴ്സിനെ പറ്റിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ള ആ ഒരു ടോപ്പിക്കിനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഉള്ള മറുപടിയൊക്കെ വെച്ചുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് ശേഷം, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോയും എൻ്റെ മറുപടി വീഡിയോയ്ക്ക് ശേഷം അദ്ദേഹം ഇപ്പോൾ രണ്ടാമത് ഒരു വീഡിയോ ചെയ്തു. ഓക്കെ, ആ ഒരു അതിനെപ്പറ്റി കൂടുതലായിട്ട് ടെക്നിക്കൽ ടേംസ് ഒക്കെ വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള ആപ്പുകളെ വിശ്വസിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വീണ്ടും എൻ്റെ ചാനൽ ഫോളോവേഴ്സിന് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്ത് ചോദിച്ചു, ഇതെങ്ങനെയാണ്, ഇപ്പം മൊത്തത്തിൽ കൺഫ്യൂഷനായി, എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് ഫേസ്ബുക്ക് പേജിലൂടെ മെസ്സേജ് അയച്ചു. അതുപോലെ തന്നെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയുള്ള ഭാഗത്ത് ഞാൻ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് 2 കാര്യങ്ങളെ പറ്റിയായിരിക്കും. ഒന്ന്, RIA, അതായത് രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ കുറച്ച് പോളിസികളെ പറ്റി. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഫ്രീ ആപ്പുകൾ, അതായത് ഗ്രോ ആപ്പ്, പേടിഎം മണി പോലത്തെ ഫ്രീ ആപ്പുകൾക്ക് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്ന മാൻഡേറ്റ് ഫോം. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 കാര്യത്തെ പറ്റിയാണ് ഇനി വരുന്ന പോർഷനിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. നമ്മളെപ്പോലുള്ള ഏതൊരാളായാലും മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന 3 ആളുകളിലൂടെ ആയിരിക്കും. അതിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതായത് MFD. 2, RIA, അതായത് രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ. പിന്നെ മൂന്നാമതായിട്ടാണ് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ ഈ ഒരു 3 രീതികളിലൂടെ ആയിരിക്കും നമ്മൾ ആരായാലും ഒരു അതിപ്പം ഓഫ്ലൈനായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലും അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലും ഈ ഒരു 3 രീതികളിലൂടെ ആയിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത്. അതായത് ഒന്നിക്കലും മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറിലൂടെ, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിലൂടെ, മൂന്നാമതായിട്ട് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിലൂടെ. അപ്പോൾ ഈ ഒരു 3 രീതികളിലൂടെ ആയിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുണ്ടാവുക. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ രണ്ടാമത്തെ വീഡിയോ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ കാരണം, അദ്ദേഹം ഈ ഒരു RIA, അതായത് രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ എന്ന് പറയുന്ന ആ ഒരു രീതിയെ പറ്റി കൊടുത്ത എക്സ്പ്ലനേഷനിലാണ് കൂടുതൽ ആളുകൾക്കും ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉണ്ടാവാൻ കാരണം. അപ്പോൾ ഈ ഒരു പോർഷനെ പറ്റി ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു 3 രീതികളിലും ഉള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഓക്കെ, മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഈ ബാക്കി 2 രീതികൾ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഈ ഒരു MFD ആണ് ഈ ഒരു റെഗുലർ പ്ലാൻ എന്ന് പറയുന്നത്. അതായത് മ്യൂച്വൽ ഫണ്ട് ഏജന്റുകളിലൂടെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ് നടക്കുക. അതായത് നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് സെല് ചെയ്യുന്നത് വഴി അത്തരത്തിലുള്ള ഏജന്റുകൾക്ക് ഒരു കമ്മീഷൻ നൽകുക. അതായത് റെഗുലർ പ്ലാൻ ആണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ MFD എന്ന് പറയുന്നത്. പിന്നെ വരുന്ന രണ്ടാമത്താണ് RIAയും അതുപോലെ തന്നെ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടും. ഇവ രണ്ടും എന്ന് പറയുന്നത് ഡയറക്റ്റ് പ്ലാനുകളാണ്. ഓക്കെ, ഡയറക്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് സെല് ചെയ്യുന്നത് വഴി ഇത്തരത്തിലുള്ള ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള കമ്മീഷനും ലഭിക്കുന്നില്ല.
ഓക്കെ, മറ്റു രീതിയിലാണ് MFDയിലാണെങ്കിൽ നമ്മളെ കൊണ്ടൊരു മ്യൂച്വൽ ഫണ്ട് എടുപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ജോയിൻ ചെയ്യിപ്പിച്ച ഒരു ഏജന്റിന് ഇത്ര % കമ്മീഷൻ ആ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി കൊടുക്കും. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുന്ന കമ്മീഷൻ എന്ന് പറയുന്നതൊക്കെ സെബി കൺട്രോൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർക്ക് കമ്മീഷൻ കൊടുക്കുന്നത് നമ്മൾ ജോയിൻ ചെയ്ത്, ഇപ്പോൾ ഞാനൊരു HDFCൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ഏജന്റ് ത്രൂ ആണ് മ്യൂച്വൽ ഫണ്ടിൽ ജോയിൻ ചെയ്തതെങ്കിൽ ആ ഒരു ഏജന്റിന് നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിനനുസരിച്ച് ഒരു % കമ്മീഷൻ ഈ ഒരു ഫണ്ട്, ആ ഒരു ഫണ്ടിന്റെ ആ ഒരു കമ്പനി, ആ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി ആ ഒരു ഏജന്റിന് കൊടുക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് RIA പറ്റിയല്ല, മൂന്നാമതായിട്ട് വരുന്ന ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയാണ്. അപ്പോൾ ഈ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ അവരുടെ ഇപ്പം ഒരു SBIന്റെ മ്യൂച്വൽ ഫണ്ടാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ SBIന്റെ ഡയറക്റ്റ് അവരുടെ ഓഫീസിൽ പോയിട്ട് അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ, അതായത് നമ്മൾ ആ ഒരു ഓൺലൈൻ ത്രൂ തന്നെ നമുക്ക് ആ പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പറയുന്നതാണ് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്. അപ്പം ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള കമ്മീഷനും നമുക്ക് അതിൽ വരില്ല. അതായത് ഒരു ഏജന്റിന് കൊടുക്കുന്ന യാതൊരു വിധത്തിലുള്ള കമ്മീഷനും ഈ ഒരു ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ വരുന്നില്ല. ഇനിയാണ് നമ്മൾ RIA പറ്റി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ കൺഫ്യൂഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയം വരാൻ ഇടയാക്കിയിട്ടുള്ള RIA പറ്റിയും RIAയുടെ അതായത് രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിനെ പറ്റിയും RIAയുടെ പോളിസിയെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൺഫ്യൂഷൻ അടിപ്പിച്ച ഒരു കാര്യമാണിത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹം ഒഴിവാക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പൂർണ്ണമായിട്ടും RIA പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ബെനിഫിറ്റ് ആവുന്ന രീതിയിലാണ് RIAയുടെ പോളിസികൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. സോ RIA അതായത് രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ. അപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായ Paytm മണി ആയാലും ഗ്രോ ആപ്പ് ആയാലും ഇവയെല്ലാം എടുക്കുന്നത് ഈ ഒരു RIA എന്ന് പറയുന്ന ഒരു ലൈസൻസ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ RIAയുടെ ലൈസൻസിന്റെ ചാർജ് അദ്ദേഹം ആ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, അതായത് 5 ലക്ഷം രൂപ. അപ്പം ഈ ഒരു ചാർജ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ ഒരു RIA എന്ന് പറയുന്ന ഈ ഒരു ലൈസൻസ് ഒന്നുകിൽ നമുക്ക് എന്നെ പോലെ ഒരു ഇൻഡിവിജ്വലിന് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഒന്നുകിൽ ഒരു ഇൻഡിവിജ്വലിന് എടുക്കാം, അതുപോലെ തന്നെ ഒരു കമ്പനിക്ക് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ ഒരു ഒരു ഇൻഡിവിജ്വൽ എടുത്തു കഴിഞ്ഞാൽ ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു ചാർജ് ഡിഫറൻറ്റ് ആയിരിക്കും. അതായത് ഒരു ഇൻഡിവിജ്വൽ എടുക്കുകയാണെങ്കിൽ ചാർജ് വരുന്നത് 10,000 rupees ആണ് അവർക്ക് ഇതിൻ്റെ ഒരു ചാർജ് വരുന്നത്. അതുപോലെ തന്നെ ഒരു കമ്പനി എടുക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപയാണ് ചാർജ്. അപ്പം ഒരു കമ്പനിയെ സംബന്ധിച്ചിപ്പം ഒരു ഗ്രോ ആപ്പ് പോലുള്ള 3,000 കോടി 4,000 കോടി 5,000 കോടിയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചുള്ള ഈ 5 ലക്ഷം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു എമൗണ്ട് മാത്രമാണ്. ഇനി നമുക്ക് ഈ RIAയുടെ പോളിസികളെ പറ്റി നോക്കാം. ഓക്കെ, ഈ RIA എന്ന് പറയുന്നത് അതായത് രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ എന്ന് പറയുന്നത് നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ട് അഡ്വൈസർ. അതായത് ഒരു ഇൻവെസ്റ്റർ ഇപ്പം എന്നെ പോലെ ഒരു സാധാരണക്കാർക്ക് അഡ്വൈസ് നൽകാനുള്ള ഒരു ലൈസൻസ് ആണ് ഈ രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് RIA എന്ന് പറയുന്ന ഈ ഒരു ലൈസൻസ് പ്രകാരം കൊടുക്കുക. അതായത് ഇപ്പം ഞാൻ ഈ ഒരു RIA എന്ന് പറയുന്ന ഒരു ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഒരാൾ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് എന്നെ സമീപിക്കുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇന്ന മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ലൈസൻസ് ആണ് സെബി നമുക്ക് നൽകുന്നത്. സോ ഇനി നമ്മൾ ഈ RIA ത്രൂ നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിന് കമ്മീഷൻ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു RIAയുടെ സഹായത്തോടുകൂടി മ്യൂച്വൽ ഫണ്ടിൽ ലംസമായിട്ടായാലും അതുപോലെ തന്നെ SIP ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലും എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിന് നമ്മളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് യാതൊരു വിധത്തിലുള്ള കമ്മീഷനും ചാർജിനുള്ള യാതൊരു വിധത്തിലുള്ള ലൈസൻസോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള അംഗീകാരവും സെബി ഇത്തരത്തിലുള്ള RIA അഡ്വൈസേഴ്സിന് കൊടുക്കുന്നില്ല. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് യാതൊരു വിധത്തിലുള്ള കമ്മീഷൻ ചാർജും ചുമത്താനുള്ള യാതൊരു വിധത്തിലുള്ള ലൈസൻസും ഇത്തരത്തിലുള്ള RIAമാർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട് ചിലപ്പോൾ അവർ കുറേ കാലത്തിന് ശേഷം 1%, 2% ഒക്കെ കമ്മീഷൻ ചുമത്തി കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് വെറും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള ലൈസൻസും സെബി ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സിന് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് യാതൊരു വിധത്തിലുള്ള പേടിയും വേണ്ട. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവരൊരു കമ്മീഷൻ ചുമത്തും എന്നൊരു കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പേടിയും വേണ്ട. പക്ഷേങ്കിൽ ഇത്തരത്തിലുള്ള ഈ RIAമാർക്ക് ഇത്തരത്തിലുള്ള അഡ്വൈസർമാർക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുക അല്ലെങ്കിൽ അവർക്കൊരു ചാർജ് ഈടാക്കാൻ സാധിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ RIAമാർക്ക് നമ്മളപ്പോൾ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ RIA ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ പണം ഉണ്ടാക്കാൻ സാധിക്കുന്നത്, എങ്ങനെയൊക്കെ അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു അവകാശം സെബി കൊടുക്കുന്നത് നോക്കാം. അപ്പം ആദ്യം തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഡിവിജ്വൽ, അതായത് ഒരു കമ്പനിക്കല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാൾക്ക് RIA ലൈസൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ അയാൾക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പം എനിക്കൊരു RIA ലൈസൻസ് ഉണ്ട്, അതായത് ഞാൻ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി അഡ്വൈസ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളെപ്പോലുള്ള ഒരാൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ അഡ്വൈസിന് വേണ്ടി എന്നെ കാണാൻ വരികയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഏത് ഫണ്ടിലാണ് അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം, എത്ര കാലത്തേക്കാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിന് ഞാൻ ഒരു ഫണ്ട് റെക്കമെൻഡ് ചെയ്യും. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് അഡ്വൈസ് കൊടുക്കുകയാണ്, ഇന്ന ഫണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത്, നല്ലൊരു റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു അഡ്വൈസ് ഞാൻ കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു അഡ്വൈസിന് ഈ ഒരു RIA ലൈസൻസിൽ ഒരാൾക്ക് ചാർജ് ഈടാക്കാം. അതായത് ഒരു വൺ ടൈം ചാർജ്. അതായത് നിങ്ങൾ ഇപ്പം ഒരു RIA ലൈസൻസുള്ള ഒരാളെ കാണാൻ പോവുകയാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡ്വൈസിന് അദ്ദേഹത്തിന് ഇത്ര രൂപ ചാർജ് എന്ന് ഈടാക്കാം. അതായത് ചിലപ്പോൾ ഒരു 2000 രൂപ ഈടാക്കാം. ഈ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളൊക്കെ ചില ആളുകൾ 10,000 രൂപ 15,000 രൂപയൊക്കെ ചാർജ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊരു ഇൻഡിവിജ്വലിൻ്റെ കേസാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഗ്രോ ആപ്പ്, പേടിഎം മണി പോലുള്ളവർക്ക് എങ്ങനെ പണം ഉണ്ടാക്കാൻ സാധിക്കും ഈ ഒരു RIA ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പേടിഎം മണി, ഗ്രോ ആപ്പ് പോലുള്ള കമ്പനികൾക്കും ഈ ഒരു രീതിയിൽ തന്നെ പണം ഉണ്ടാക്കാം. അതായത് ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ അവർ നൽകുന്ന ഒരു അഡ്വൈസിന് അവർക്ക് വേണമെങ്കിൽ ചാർജ് ഉണ്ടാക്കാം. അപ്പോൾ ഇതുവരെ ആയിട്ട് ഈ ഒരു ഗ്രോ ആപ്പൊന്നും ഇതുവരെ ആ ഒരു സർവീസ് തുടങ്ങിയില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പുതിയ ഒരു പെയ്ഡ് സർവീസ് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെയ്ഡ് സർവീസ് പറയുന്നത് ഈ ഒരു അഡ്വൈസറി സർവീസ് തന്നെയാണ്. ഓക്കെ, അപ്പം അവരുടെ ഭാഗത്തുള്ള ഈ അഡ്വൈസർമാരിൽ നിന്ന് നമ്മളൊരു അഡ്വൈസ് സ്വീകരിച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് നമുക്കൊരു ചാർജ് വേണമെങ്കിൽ ഈടായിക്കൂടാ. അപ്പോൾ അവരുടെ വെബ്സൈറ്റ്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ തന്നെ ചിലപ്പോൾ അവർ ഒരു പുതിയൊരു ടാബ് ആഡ് ചെയ്യും, ഒരു അഡ്വൈസറുടെ സഹായത്തോടു കൂടി ഇൻവെസ്റ്റ്മെന്റ് നടത്താന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ടാബ് അവർ ആഡ് ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സർവീസ് ആക്സസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ പറയും 2000 രൂപയാണ് ഈ ഒരു സർവീസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ചാർജ് വന്ന് 2000 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്വൈസറുടെ സഹായം നിങ്ങൾക്ക് ലഭ്യമാകുന്ന പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു പുതിയൊരു ടാബ് അവർ കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ആ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു പെയ്ഡ് സർവീസ് വരാൻ പോകുന്നുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ മാത്രം ആ ഒരു സർവീസ് ഉപയോഗിച്ചാൽ മതി. അല്ലാതെ എല്ലാവരും ആ ഒരു സർവീസ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ എല്ലാവരും ആ ഒരു സർവീസിന് വേണ്ടി പണം അടക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ, അതായത് നിങ്ങൾ ഈ ഒരു മേഖലയിൽ വളരെ അറിവ് കുറഞ്ഞ ആളാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത്തരത്തിലുള്ള സർവീസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ഫണ്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കമ്പനികൾ പണം ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഈ ഒരു പേടിഎം ആയാലും പേടിഎം മണി ആയാലും ഗ്രോ ആപ്പ് ആയാലും ഇവരൊക്കെ നല്ലൊരു പ്ലാറ്റ്ഫോം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ട്രാക്ക് ചെയ്യാനും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താനും ഒക്കെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിന് ഒരു ഫിക്സഡ് ചാർജ് വേണമെങ്കിൽ ഒരു മന്ത്ലി ഇത്ര രൂപ എന്ന രീതിയിൽ ചാർജ് നമുക്ക് ഉദാഹരണത്തിന് സെറോദ കോയിൻ എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ടിന് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ സഹായിച്ച ഈ ഒരു RIA ലൈസൻസ് ഉള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ആണ് സെറോദ കോയിൻ. അപ്പോൾ ഈ സെറോദ കോയിൻ കുറച്ച് കാലം മുന്നേ വരെ എല്ലാ മാസവും ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും 50 രൂപ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാ മാസവും 50 രൂപ അവരുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് ചാർജായിട്ട് അവർ വാങ്ങിയിരുന്നു. പക്ഷേ ഇപ്പം അതും ആ ഒരു പ്ലാറ്റ്ഫോം ഫ്രീ ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രണ്ട് രീതിയിലാണ് അവർക്ക് ഈ ഒരു RIA ലൈസൻസ് ഉള്ള കമ്പനികൾക്ക് ഇൻവെസ്റ്ററിന്റെ കയ്യിൽ നിന്നും ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പെയ്ഡ് സർവീസാണ്. അത് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ അവർക്ക് നമ്മൾ ആ ഒരു പണം കൊടുക്കേണ്ടല്ലോ. രണ്ടാമത്തെ രീതിയെ പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അവരുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിലെ സർവീസ് ചാർജ്, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സെറോദ കോയിൻ 50 രൂപ കഴിഞ്ഞ പോലെ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഈ ഒരു പേടിഎം മണി, ഗ്രോ ആപ്പ് ഒക്കെ എത്തരത്തിലൊരു ചാർജ് കൊണ്ടുവരാണെന്ന് വിചാരിക്കാം. അപ്പം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വലിയൊരു ചാർജ്, അദ്ദേഹം പറഞ്ഞ വലിയൊരു ചാർജ് കൊണ്ടുവരാണ്. അപ്പം ഉദാഹരണത്തിന് ഒരു 1000 രൂപ എല്ലാ മാസവും തന്നാൽ മാത്രമേ നമ്മുടെ അത്രയൊന്നും എന്തായാലും കൊണ്ടുവരില്ല. ഞാൻ ഉദാഹരണത്തിന് അത്ര പോലും അങ്ങനെ കൊണ്ടുവന്നാലുള്ള ഒരു സിറ്റുവേഷൻ വെച്ച് ഞാൻ പറയാം. ഒരു 1000 രൂപ മാസം തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ സർവീസ് ഉപേക്ഷിക്കാം. ഓക്കെ,
നമുക്ക് ആ ഒരു സർവീസ് അന്നേരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എമൗണ്ട് കൊടുക്കേണ്ട നമ്മൾ യാതൊരു വിധത്തിലും ബാധ്യസ്ഥനായിരിക്കില്ല അത്തരത്തിലുള്ള ഒരു എമൗണ്ട് കൊടുക്കേണ്ടത്. അപ്പോൾ തന്നെ അത്തരത്തിലുള്ള ഈ ഒരു സർവീസ്, അതായത് ആ ഒരു സർവീസിന് ഇത്ര രൂപ കൊടുക്കണം എന്നുള്ളതിൻ്റെ ആ ഒരു സർവീസ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റേഴ്സിന് ഒരു നോട്ടിഫിക്കേഷൻ തരും. അപ്പോൾ അടുത്ത മാസം മുതൽ നമ്മൾ ഇത്തരത്തിലൊരു ചാർജ് ഈടാക്കുന്നുണ്ട്, അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് നമ്മുടെ സർവീസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ തന്നാൽ മാത്രം നമ്മുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ തരും. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാന്നല്ല, അവരുടെ പ്ലാറ്റ്ഫോമിൻ്റെ സർവീസ് നമുക്ക് ഉപേക്ഷിക്കാം. നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ സർവീസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ സർവീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു മ്യൂച്വൽ ഫണ്ട് വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ഫണ്ട് ട്രാക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. നമുക്ക് നമ്മുടെ ഫണ്ട് വിഡ്രോ ചെയ്യാം, എല്ലാ കാര്യങ്ങളും നമുക്ക് ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു SIP ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു SIP നമുക്ക് തുടർന്ന് കണ്ടിന്യൂ ചെയ്തു പോകാനും സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ആപ്പിന് നമ്മളെ ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് യാതൊരു വിധത്തിൽ തടയാനും സാധിക്കില്ല. ഇനി നമുക്ക് ഇത്തരത്തിലൊരു സർവീസ് ചാർജ് കൊണ്ടുവരുമെന്ന് നോക്കാം. ഇത്തരത്തിലൊരു സർവീസ് ചാർജ് അവർ കൊണ്ടുവരുന്ന സാധാരണ വളരെ വിരളമായിട്ടൊരു ചാർജാണ്. അതായത് സിറോദ കോയിൻബിൾ ഈ 50 രൂപ വാങ്ങിയിരുന്ന സാഹചര്യത്തിൽ നിന്നും അവരിപ്പം ഫ്രീ ആയിട്ട് ഈ ഒരു സർവീസ് കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, 50 രൂപ മുന്നേ വാങ്ങിയിരുന്ന ഒരു സിറോദ കോയിൻ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള എമൗണ്ടും സർവീസ് ചാർജും വാങ്ങാതെയാണ് ആ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇൻ കേസ് കുറേ കാലത്തിന് ശേഷം ഇവർ തുടങ്ങിയാൽ നമുക്കത് ഉപേക്ഷിക്കാം. ഓക്കെ, അപ്പം മറ്റേ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന പോലെ നമ്മൾ എന്തായാലും കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർക്ക് കേസ് കൊടുക്കുക, ഇതൊക്കെ നമ്മളെ കൺഫ്യൂഷനാക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നും നമ്മളെപ്പോലുള്ള സാധാരണക്കാർ മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ നമ്മളെ നിർബന്ധിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ആ ഒരു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത്തരം 2 രീതിയിലൂടെയാണ് ഈ RIA-മാർക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇനി അദ്ദേഹം വീഡിയോ തന്നെ രണ്ടാമത്തെ പാർട്ടിൽ പറയുന്ന ഒരു കാര്യത്തിനുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഇനി അടുത്തായിട്ട് ഞാൻ പറയാം. അതായത് നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മാൻഡേറ്റ് ഫോം സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു മാൻഡേറ്റ് ഫോമിൽ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോയിൽ മാൻഡേറ്റ് ഫോമിനെ പറ്റി പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഈ ഒരു ഫ്രീ ആപ്പുകൾ ഇത്തരത്തിൽ മാൻഡേറ്റ് ഫോം വാങ്ങുന്നത് അവരുടെ കമ്പനിയുടെ പേരിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ അത് അദ്ദേഹം പറയുന്നത് വെറും തെറ്റാനുള്ള കാര്യമാണ് ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഗ്രോ ആപ്പ് ത്രൂ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയപ്പോൾ എനിക്ക് അവർ അയച്ചു തന്ന, അതായത് എനിക്ക് അവർ മെയിൽ ചെയ്ത എൻ്റെ ഒരു മാൻഡേറ്റ് ഫോം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ ഒരു PDF ഫയലാണ് ഉണ്ടാവുക, അത് ഞാൻ ഡൗൺലോഡ് ചെയ്യാണ്. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് എനിക്ക് അവർ മെയിൽ ചെയ്ത്, അതായത് ഞാൻ സൈൻ ചെയ്ത് കൊടുത്ത് അവരുടെ വെബ്സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യേണ്ട ഒരു മാൻഡേറ്റ് ഫോമിൻ്റെ PDF ഫയലാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടോപ്പിലായിട്ട് നമ്മൾ നമ്മുടെ ബാങ്കിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്നത് നമ്മൾ ഓതറൈസ് ചെയ്യുന്നത് BSE ലിമിറ്റഡിനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓതറൈസ് ചെയ്യുന്നത് BSE ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ മാസവും, അതായത് SIP ആണെങ്കിൽ എല്ലാ മാസവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആ ഒരു എമൗണ്ട് കളക്ട് ചെയ്യുന്നത് BSE ആയിരിക്കും. എന്നിട്ട് BSE ആ ഒരു ഫണ്ട് അതായത് ഇപ്പോൾ SBIയുടെ ഫണ്ടാണെങ്കിൽ നമ്മൾ BSE കളക്ട് ചെയ്തതിന് ശേഷം ആ ഒരു SBIക്ക് ആ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോഴും BSE ത്രൂ ആയിരിക്കും നമ്മുടെ ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അപ്പം അദ്ദേഹം പറയുന്ന നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യമായിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയൊരു മാൻഡേറ്റ് ഫോം. ചില കമ്പനികൾ അവരുടെ പേരിൽ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഈ ഒരു നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പോകുന്ന എമൗണ്ടിൽ നിന്നും 1-2% ചാർജ് ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതും തെറ്റായ കാര്യമാണ്. ഓക്കെ, ആ ഒരു വീഡിയോയിലുള്ള പ്രധാനപ്പെട്ട 2 കണ്ടന്റുകൾക്കുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഇതുവരെ തന്നത്. പിന്നെ അദ്ദേഹം ആ ഒരു വീഡിയോയിൽ ഒരു ബന്ധമില്ലാത്ത പല എക്സാമ്പിളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിനെ പറ്റിയും അതുപോലെ തന്നെ ഊബറിനെ പറ്റിയൊക്കെ പല എക്സാമ്പിളും പറയുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും വലിയൊരു വിശദീകരണം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പം നമുക്കറിയാം ഈ ഡയറക്റ്റ് പ്ലാനിനെ പറ്റിയുള്ള അറിവ് ഇപ്പോൾ കൂടുതൽ ആൾക്കും ലഭിച്ചതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏജന്റുമാർക്ക് അവർക്ക് ലഭിക്കുന്ന ആ ഒരു കമ്മീഷൻ്റെ അളവിൽ കുറവ് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നഷ്ടം എങ്ങനെയെങ്കിലും നികത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രോ ആപ്പിനെ പറ്റിയും Paytm Money പോലുള്ള പ്ലാറ്റ്ഫോമുകളുടെയൊക്കെ അവരുടെ ഒരു ബിസിനസ് മോഡലിനെ പറ്റി നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ഇനിയും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അത്രത്തോളം നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു വിധത്തിലും ഇത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ യാതൊരു വിധത്തിലും സമീപിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എൻ്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒറ്റൊരു കാര്യത്തിൽ മാത്രമാണ് ഡയറക്റ്റ് പ്ലാൻ മാത്രം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നടത്തുക.
എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ സേവ്, അല്ലാതെ ഈ ഒരു കമ്മീഷനായിട്ട് ഈ ഒരു ഏജന്റുമാർക്ക് വലിയൊരു എമൗണ്ട് നമ്മൾ കളയേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്ന മറ്റൊരു രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ ക്ലയൻസ് ഒന്നും ഇത്തരത്തിലുള്ള ഫ്രീ സർവീസിന്റെ ഔദാര്യത്തിന്റെയും പുറകെ പോകുന്നവരല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ളത് ആരുടെയും ഔദാര്യമല്ല, സെബി നമുക്ക് നൽകുന്ന ഒരു അവകാശമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോയിൽ പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങൾക്കെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ മറുപടി നൽകിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം RIA പോളിസികളെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ ആൾക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കി RIA പോളിസിയെ പറ്റിയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൂടാതെ തന്നെ ഈ ഒരു ഫീൽഡിൽ വീഡിയോസ് ചെയ്യുന്ന നമ്മുടെ സനൂബായി ഈ ഒരു RIA പോളിസിയെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലൊരു ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഒട്ടുമിക്ക സംശയങ്ങൾക്കും ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പേഴ്സണലായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ മെസ്സേജ് അയക്കാം. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.